കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും കേന്ദ്ര രാഷ്ട്രീയ രംഗത്തുമൊക്കെ ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത്. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പൊതു അവസ്ഥയെ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, തൊഴിലിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ രാഷ്ട്രീയമായിട്ടുള്ള കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ധനസ്ഥിതിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുമൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് പലപ്പോഴും നേരത്തെ വിമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ വരുമാനത്തെ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാൻ 15ാം ധനകാര്യ കമ്മീഷൻ്റെയും 14ാം ധനകാര്യ കമ്മീഷൻ്റെയും ഒക്കെ സമയത്ത് തന്നെ ചർച്ചകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അത് ആധികാരികമായി പറഞ്ഞത് അന്ന് PMOയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ നീതി ആയോഗിൻ്റെ CEO ആയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. ഇതിനകത്ത് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കുറേയേറെ മുന്നോട്ട് പോയി കുറേയേറെ കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഭരണഘടനാ പ്രൊവിഷൻസ് എല്ലാം വെച്ചിട്ട് 25ാം തീയതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കേസ് കോടതി നിൽക്കുകയാണ്. 8ാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLAമാരെല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു പ്രക്ഷോഭം, ഈ വലിയ സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു സമരം പ്രക്ഷോഭം ആലോചിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ സമരത്തിൻ്റെ ഡൽഹിയിലെ രൂപം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും കൂടി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് ആ സമര പരിപാടി ആലോചിച്ചത്. അവർ ആലോചിച്ച് ഡേറ്റ് അറിയിക്കാം. അന്ന് ഈ സമരം ആലോചിക്കുമ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിരുന്നു, 9ാം തീയതിക്കകം ഈ സമരം നമുക്ക് നടത്തണം. ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാനും. 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ യോഗത്തിൽ രാഷ്ട്രീയ രംഗത്തുനിന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു 9ാം തീയതി വരെയാണ് പാർലമെൻറ്റ് സമ്മേളനം, അപ്പോൾ അതിനകത്ത് ഇത് തീർക്കണം, ഈ സമരം നടത്തണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നോക്കണം. അങ്ങനെ അവരുടെ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് 8ാം തീയതി തീരുമാനിച്ചത്, LDF കൂടിയിട്ട്. ഇനി 8ാം തീയതി കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങളോട് ആലോചിച്ചു, ഞങ്ങൾ സഹകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. അതിന് പറയുന്ന ന്യായം ഞങ്ങളോട് വിളിച്ച് ആലോചിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ ഡേറ്റ് പറയുന്നതിന് മുമ്പ് പറഞ്ഞു. ഡേറ്റ് പറയുന്നത് ഈ പറഞ്ഞ ഡേറ്റിനകത്ത് 9ാം തീയതിക്കകം ഒരു ഡേറ്റ് അല്ലാതെ വേറൊരു സാധ്യതയില്ല. ഏതായാലും ആ സമരം വെച്ചു. ആ സമരത്തിനകത്ത് ഇപ്പോൾ അവർ സഹകരിക്കുന്നില്ല. അതിന് പറയുന്ന ന്യായം ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം യോജിപ്പില്ല, ചില കാര്യത്തിലോ യോജിപ്പുള്ളൂ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ചുരുക്കുന്നതിനെപ്പറ്റി അന്ന് പറഞ്ഞപ്പോൾ അന്ന് സംബന്ധിച്ചില്ല ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞ് നീതി ആയോഗിൻ്റെ CEO പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഏറ്റവും ശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ഒരാൾ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സിദ്ധരാമയ്യയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും. വളരെ ശക്തമായിട്ടന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഈ വാർത്തകൾ വരുന്ന ദിവസം ഞാൻ ചെന്നൈയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ പറ്റിയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെപ്പറ്റിയൊക്കെയുള്ള ഒരു സെമിനാർ, ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിരുന്നു. ശ്രീ ചിദംബരം, മുൻ ധനകാര്യമന്ത്രി, അതുപോലെ പഴനിവേൽ ത്യാഗരാജൻ, ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ സ്ഥാപക എഡിറ്ററും ഡയറക്ടറുമായിട്ടുള്ള ശ്രീ TN നൈനാൻ തുടങ്ങിയവരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ശ്രീ ചിദംബരം പറഞ്ഞതും ഈ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം എടുക്കുന്നതിൻ്റെ സാമ്പത്തിക വശങ്ങളെപ്പറ്റിയാണ്. അതിനകത്ത് ഞാനവിടെ പറഞ്ഞ ചില കണക്ക് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് അവിടെ പരസ്പരം സംസാരിക്കാറുണ്ട്. അദ്ദേഹം തന്നെ സദസ്സിനോട് പറഞ്ഞു, കേരളത്തിന് 3 വർഷം മുമ്പ് ആകെയുള്ള സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ 46% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട നികുതി വരുമാനമായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 29% ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. 29% ഉള്ളോ? അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഞാൻ പറഞ്ഞ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ 10-15 പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡെല്ലാം ഉണ്ട്. കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല.